ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊരു ഷോ ആണ്. വേറൊരു ഷോന് വേണ്ടി രാവിലെ തന്നെ എണീച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ രാവിലെ എണീച്ച് വയനാടാണ് ഷോ നടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി രാവിലെ തന്നെ എൻ്റെ അമ്മേനെ കുത്തി എണീപ്പിച്ചു. അതിനുശേഷം പട്ടിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പല്ലേക്കാൻ വേണ്ടി നിന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു കൈസ് വെള്ളത്തിന്. ഓ മൈ ഗോഡ്. അങ്ങനെ പല്ലേപ്പ് നടക്കുകയാണ് കൈസ്. എനിക്ക് രാവിലെ എണീച്ച പല്ലേക്ക് എനിക്ക് മടിയാണ്, ബട്ട് തേച്ചിലേ പറ്റൂ. അതിനുശേഷം മുഖം കഴുകി ഗൈസ് 5:30ക്കാണ് ഞാൻ എണീച്ചത്. ലുക്ക് അറ്റ് ഗൈസ്, വാട്ടെ നല്ല ഇരുട്ട് ഗൈസ്. യെസ്, നല്ല വ്യൂ ഒന്നുമില്ല, ഭയങ്കര ഇരുട്ടാണ്. അതിന് അമ്മ വിളക്കത്തിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങളിനി കാണാൻ പോകുന്നത് ഒരു ട്രാൻസിഷൻ ആണ്. യെസ്, അപ്പം ഞാൻ അതിന് വേണ്ടി റെഡിയായി. ഇതാണ് എൻ്റെ കോലം. യെസ്, നല്ല ഡെനിം ആൻഡ് ബ്ലാക്ക് ടീഷർട്ട് വേണമെന്നാണ് പറഞ്ഞത്. അപ്പം എൻ്റെ കയ്യിൽ കിട്ടിയെടുത്തിട്ടും എൻ്റെ അമ്മ നിങ്ങളെപ്പോഴും ചോദിക്കാറുണ്ട് എന്ത് ഇത്ര പുച്ഛം, അതാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. പുച്ഛമൊന്നുമല്ല, എൻ്റെ അമ്മയുടെ ഫേസ് അങ്ങനെയാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഉണ്ടായിരുന്നു, പുച്ഛഭാവം സ്ഥായിഭാവം ഏറ്റെടുത്ത്. അതാണ് ഈ വളവളവള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ടാക്സ് അത് കഴിഞ്ഞ് രാവിലെ തന്നെ ചുരം കയറുന്നതിന് മുമ്പ് ഹോട്ടൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് വെച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറി ഇടിയപ്പം കടലക്കറി പറഞ്ഞു, അത് കഴിച്ചു. അതിനുശേഷം നമ്മളിങ്ങനെ ഇറങ്ങുകയാണ്. എൻ്റെ വയൽ കിടന്നത് ഈ ജീരകമാണ്. ജീരകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പെരുംജീരകം. അങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, വള തന്നെയാണ്. ഞാൻ എന്താ സംസാരിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അത് എൻ്റെ അമ്മയ്ക്കും അറിഞ്ഞൂടാ. എന്നെ സത്യത്തിൽ ഞാൻ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് കാറിൽ ഉറങ്ങിയില്ലെങ്കിൽ. എന്ത് ചെയ്യാൻ, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ബാക്കി നിങ്ങൾ കേട്ടോ. വേറെ ഒന്നും വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നുമില്ല. ഗൈസ്, അപ്പം നിങ്ങളിത് കണ്ടാൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വല്ല പുറത്ത് പോകുന്ന വ്ളോഗൊക്കെ ഞാൻ മിനി വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും. എന്നോട് ചോദിച്ചു നീ എന്തിനാണ് ഇത്ര അടുത്ത് വെച്ച് ക്യാമറ അടിക്കണത്. അമ്മ എനിക്കറിയില്ല അത്. എനിക്കിതാണെങ്കിൽ ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ നിങ്ങളോട് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നത്. ലിപ്സ്റ്റിക്കൊക്കെ പോയി ഗൈസ്, അടുത്ത ആടിത്തീരുമ്പോഴല്ലേ. ഇതാണ് എൻ്റെ ബാക്ക് പാക്ക്. ഡിങ് ഡിങ് ബാക്ക് പാക്ക് ഗായ്സ്. അതിൻ്റെ ഇടയിൽ ഒരു മലയുണ്ട്, കാണുന്നില്ല. എന്താണ് ഈ ഒന്നും സംഭവിച്ചില്ല. അതൊരു പട്ടിക്കുട്ടൻ നമ്മളെ ഇതിൻ്റെ എന്ത് ചെയ്യാനാണ് വിളിച്ചിരിക്കണേ. ലുക്ക് അറ്റ് ദാറ്റ് സ്കൈ അല്ല, എന്താ സംഭവം ഒന്നും എനിക്കറിയില്ല. യെസ്, ആവിയാന്ന് തോന്നുന്നു. മഞ്ഞ്. വാവ്, എനിക്ക് ഇഷ്ടമായി. എന്ത് രസാ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ജനല് തുറന്നിട്ട് കാറ്റാ എസിനെ മൂട്ട് പോയി കിടക്കുന്നവരുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇനി വയനാട്ടിലൊക്കെ പോകുമ്പോൾ കാരണം ഇവിടെ ഗ്ലാസ് എടുത്തെടുക്കരുത്. ഗ്ലാസ്സൊക്കെ തുറന്ന് എക്സ്പ്ലോർ ചെയ്യണം. How it's നമ്മൾ എത്തി ഗായ്സ്. ആരൊക്കെയോ എത്തിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് കാലത്ത് പുറത്തിറങ്ങാൻ മടിയാവുന്നു. അവരൊക്കെ പോയി പരിചയപ്പെടണേ. എനിക്ക് പരിചയമുള്ള ഒരാളാരും എത്തിയിട്ടില്ല. അപ്പം നമുക്ക് അപ്പം പോയി വീഡിയോ എടുത്താൽ പോരെ. എപ്പോഴേ ഇവരുടെ വീഡിയോ എടുക്കണ്ടല്ലോ. അപ്പം നമുക്ക് 9 മണി തന്നെ 8:30 നമ്മളെത്തി. നമ്മൾ ഭയങ്കര നമ്മളെ ഇൻസ്പിറേഷനായിട്ട് എല്ലാവരും ഏറ്റെടുക്കണം. ഇപ്പം ഒരു അരമണിക്കൂറുള്ള ഞാൻ ഒന്ന് പോകട്ടെ. അത് ആരൊക്കെയും ഉണ്ട്, എനിക്ക് അവരൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഒരു സുഖമില്ല. അതൊക്കെ പരിചയപ്പെടണമെങ്കിൽ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ അകത്തോട്ട് വരെ കയറി കുത്തിരിക്കാം. അങ്ങനെ ഗ്രൂമിങ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അറിയുന്ന കുട്ടികളൊക്കെ വരുന്നതേ ഉള്ളൂ. സോ അവർ വരുന്നവരെ ഞാൻ ഭയങ്കര ശോകമുഖത്തിരിക്കും. ഭക്ഷണം കഴിക്കാം. ലെമൺ ടീ, വട. എല്ലാവരും വന്നു. ശ്രേയ എപ്പോഴും ഉണ്ടാവും എൻ്റെ വീട്. അലോണ, അത് അതിൻ്റെ അനിയത്തി. ആൻഡ് ശ്രീഗംഗ. യെസ് യെസ്. അങ്ങനെ എനിക്ക് പരിചയമുള്ള കുറേ ആൾക്കാർക്ക് ഞാൻ കുറച്ച് നേരം സംസാരിച്ച് ബിള കിട്ടി. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി നിങ്ങൾക്ക് പകുതി വീഡിയോസ് കാണാം.
കുറേ ഹീലുകൾ. ഗൈസ് നമ്മൾ വീണ്ടും കട്ട പോസ്റ്റായി. ഇത് അലോന, അത് എലോണ, എലോന എലോന ഫുൾ ലോണ ഗൈസ്. തുടങ്ങി ഗൈസ്. ലഞ്ച് ബ്രേക്കായി. നമ്മൾ അമ്മേനെ കത്തിക്കാണ്. അമ്മക്ക് തന്നെ ഇവിടെ പോയി ഗൈസ്. ഇതാണ് ശ്രേയൻ്റെ ഫാദർ. ശ്രേയ എവിടെ ഇതാണ് ശ്രേയ. ശ്രേയൻ്റെ മദർ എവിടെ? ആണ് ശ്രേയൻ്റെ മദർ. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് പോസ്റ്റ് അടിക്കുമ്പോൾ അമ്മയെ ഞാൻ ഒരുമിച്ച് പോസ്റ്റ് ആവുകയാണ് ഗൈസ്. ഞാൻ ഇവിടെ കുത്തി. നിന്റെ ക്ലിപ്പ് കാണിച്ചെടുക്കൂ. അതെ അവിടെ ഉണ്ട്. നിന്റെ ക്ലിപ്പിടെ ഷോർട്സിന് ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ കൈ അതാ നോക്കൂ. എനിക്ക് ഇവിടെ ക്ലിപ്പുണ്ട്, ഇവക്ക് ഇവിടെ ക്ലിപ്പുണ്ട്. നിന്റെ ക്ലിപ്പ് ട്രാൻസ്പെറൻ്റ് ആണ്, കാണത്തില്ല. ഫാമിലി നമ്മളങ്ങനെ റീൽ ഷൂട്ട് ചെയ്തു. അടുത്ത് തന്നെ അത് പോസ്റ്റ് ചെയ്യുമായിരിക്കും. എവിടെ കുഞ്ഞു തല? അതാ അതിൽ 5 പേരുണ്ട് ഗൈസ്. ഇത് നമ്മളെ പേഴ്സണൽ സോങ് അസിസ്റ്റന്റ്. ഞാൻ ഡാൻസ്. യാ ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ റിസൾട്ട് പറയാൻ മറന്നുപോയിനോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്യാണ്. എൻ്റെ മുഖത്ത് ചിരി കണ്ട് നിങ്ങൾ ആരും ഞാനാണ് തെറ്റിദ്ധരിക്കരുത്. ടൈറ്റിൽ വിന്നർ ഫസ്റ്റ് റണ്ണറപ്പ്, സെക്കൻഡ് റണ്ണറപ്പ് തിരുവനന്തപുരത്താണ്. അപ്പോൾ ആ കുട്ടി വരുമ്പോൾ ഞാൻ അതിനെ കാണിച്ചു തരാം. ഓക്കെ, സോ ഒന്നും കൂടി കണ്ടോളൂ. ടൈറ്റിൽ വിന്നർ, സെക്കൻഡ് റണ്ണറപ്പ്. അപ്പോൾ ഇത് എൻ്റെ നെയിം വരുന്നത് സോറി ഫസ്റ്റ് റണ്ണറപ്പ്. ടൈറ്റിൽ നെയിം വരുന്നത് മിസ് ടീം സൗത്ത് ഇന്ത്യ, മിസ് ടീം സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണറപ്പ്. അപ്പോൾ നമ്മൾ റിസൾട്ട് പറഞ്ഞില്ലേ? അത് സബ് ടൈറ്റിൽ ഇല്ല, അതുകൊണ്ട് എനിക്ക് സബ് ടൈറ്റിൽ കിട്ടിയില്ല. പാടുന്നു. കുട്ടി മത്സരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കാറ്റഗറിയല്ല, ജൂനിയർ കാറ്റഗറി. ഇയാളുടെ അനിയത്തിയാണ് ഈ കുരിപ്പ്. അതായത് ഈ കുരിപ്പിന്റെ 2ാമത്തെ കുരിപ്പാണ് ഈ കുരിപ്പ്. സോറി, അനിയത്തി കുരിപ്പ് ഓർ മിനി വേർഷൻ. അടുത്ത കൊറിയോഗ്രാഫിക്കുള്ള സമയമായി. നമ്മൾ അടുത്ത കൊറിയോഗ്രാഫി സെറ്റാക്കട്ടെ. നമ്മൾ പ്രാക്ടീസിന്റെ ഇടയിലാണ്. ഒരുപാട് പേരുണ്ട്. പടി കൊടുത്ത് അടി വാങ്ങാന്ന് കേട്ടിട്ടുള്ളൂ. ഇപ്പൊ അവൾ അനുഭവിച്ചറിഞ്ഞു. ഞാൻ നല്ല രീതിയിൽ നടക്കുകയായിരുന്നു. അതിനിടയിൽ എന്റെ ഹീല് ചെറുതായിട്ടൊന്ന് മടങ്ങി. കാലും ഹീലും ഒരുമിച്ച് അങ്ങ് മടങ്ങി. അപ്പൊ കാല് കിടക്കുക. അങ്ങനെ ഇങ്ങനെ ഓക്കെ ആയപ്പോ ഞാൻ വീണ്ടും ഇറങ്ങി. നമ്മുടെ കൊറിയോഗ്രാഫി ഒക്കെ സെറ്റായി അല്ലേ ഗൈസ്? കൊറിയോഗ്രാഫി സെറ്റായി. എന്തിനോ വേണ്ടി ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അതായത് നമ്മൾ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറിലെ കഷ്ണങ്ങളാണ് നമ്മൾ. ഇന്നത്തെ കൊറിയോഗ്രാഫി ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലല്ല, നമ്മളുടെ റൂമിലെത്തി ഗൈസ്. അയ്യോ ഗൈസ്, അങ്ങനെ ഇന്നത്തെ ദിവസം കഥം ഹോഗയാ. അയ്യോ കഥം ഹോഗയാന്നായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. പാർട്ട് 2 ഓക്കെ, മിസ് വയനാട് പാർട്ട് 2 നാളെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.